എത്ര സുന്ദരമായ വാക്കുകളാണ് ആ നിയമപാലകൻ പറയുന്നുള്ളത് അല്ലെ. തൊപ്പി സുന്നത്ത്, ഹെൽമറ്റ് ഫർള്. ചില ആളുകൾ വിചാരിക്കുന്ന ഹെൽമറ്റ് വെക്കുന്നത് നിയമപാലകർക്കും വേണ്ടിയിട്ട് മാത്രമാണെന്ന്. അവർ ചിന്തിക്കുന്നില്ല നമ്മുടെ ജീവനും വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവൻ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് വെക്കുന്നുള്ളത് എന്ന്. അതെവിടെ ചിന്തിക്കാന്? ഹെൽമെറ്റ് വെച്ചാൽ ചിലപ്പോൾ മുടി പൊട്ടായി പോവും, മുടിതായി പോവും, ആ സ്റ്റൈല് കിട്ടിയില്ല, ഗ്ലാമർ കിട്ടിയില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ്. പക്ഷെ അവർ ഒന്ന് വിചാരിക്കുന്നില്ല, ഒരു നിമിഷം കൊണ്ടാണ് ഇവർ വിചാരിക്കുന്ന ഗ്ലാമർ മാത്രമല്ല അവരുടെ ജീവൻ തന്നെ പോകുവാൻ. അത് അവർ ചിന്തിക്കുന്നില്ല കേട്ടാ. എന്നിരുന്നാലും ഈ നിയമപാലകനല്ലേ ബിഗ് സല്യൂട്ട് കൊടുക്കാം. എത്രത്തോളം വാർത്തവമായ വാക്കുകൾ കേട്ടു നോക്കുക, നിങ്ങൾ അഭിപ്രായം പറയുക. പള്ളിയേക്കാണ് അസറസ്കിച്ചാൻ പോയിക്കാറ്. ഹെൽമെറ്റ് ഇല്ലല്ലോ, തൊപ്പി നമുക്ക് സുന്നത്തുള്ളൂ, ഹെൽമെറ്റ് ഫർളായ കാര്യം. നമ്മളെ രാജ്യത്തെ നിയമമാണ് ഹെൽമെറ്റ് ധരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാല് ഞങ്ങൾക്ക് പറയാനുള്ളത് ആയിക്കോട്ടെ, ന്യായീകരണം ശരിയല്ല പറയാൻ. കാരണം ഞങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കാരണം ഈ ഫറൂഖ് ചെറിയ ഞങ്ങളുടെ ആർ ടി ഓഫീസിലേക്ക് കഴിഞ്ഞ വർഷം 42 ആളുകൾ മരിച്ചു. അതിൽ 31 ആള് മരിച്ചത് ഞങ്ങൾ ആഗ്രഹിച്ച 27 പേര് മരിച്ചത് വീടുമ്പോൾ തന്നെ ഹെൽമെറ്റ് ഇല്ലാന്ന്. അതില് 17 വയസ്സുകാരുണ്ട്, 19കാരുണ്ട്, 22കാരുണ്ട്. അപ്പൊ മരിച്ച പോസ്റ്റ്മോർട്ടം ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു കുടുംബത്തെ ഞങ്ങള്. അപ്പൊ എന്താ അറിയോ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് തോന്നാം നമുക്ക് ചെറിയ ദൂരല്ലേ. ഈ മക്കള് പറഞ്ഞു നിങ്ങൾക്ക് വെക്കേണ്ട കാര്യം കേട്ടോ ഒന്ന് പറഞ്ഞെടുത്ത മക്കളെ. നിങ്ങൾ ഒരു ജമാഅത്തെ നിസ്കരിച്ചാൻ പോവാണ്, പള്ളിയേക്ക് പോലെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഭക്ഷണം കഴിച്ചോളി, പള്ളിയിൽ പോയിക്കോളി, നിസ്കരിച്ച് ഒന്നും വേണ്ട. എന്തുകൊണ്ട് നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഹെൽമെറ്റ്. അത് ഒരു നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. ഹെൽമെറ്റ് വാങ്ങാൻ പൈസ ഇല്ലാണ്ടാണ് പറയണ്ടത്, ഞങ്ങൾ പൈസ പിരിവെടുത്ത് തരും.